ഹായ് എവരി വൺ, വെൽക്കം ടു ഡ്രഗ് ആൻഡ് ട്രാവൽ. ഏവർക്കും ഡ്രഗ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഗാർലിക്കിനെ കുറിച്ചിട്ടൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവിധ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ അസുഖമുള്ള വ്യക്തികൾക്ക് വളരെ സ്യൂട്ടബിളായിട്ടുള്ളൊരു വീഡിയോ ആണത്. ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോൾ, മറ്റു ശാരീരികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ കാർഡിയോവാസ്കുലർ ഡിസീസ് ഉള്ള വ്യക്തികൾക്ക് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത്. ആ വീഡിയോ കാണാൻ ശ്രമിക്കണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ലഭ്യമാണ്. ഇന്ന് അതുപോലെ തന്നെ വേറിട്ടുള്ളൊരു വീഡിയോ ഗാർലിക്കിനെ കുറിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ആണിത്. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പുരുഷന്മാർക്ക് ലൈംഗിക ഉദ്ധാരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി ഗാർലിക്, അതായത് വെളുത്തുള്ളി ഏത് രീതിയിലാണ് ഉപകാരപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണിത്. ചില വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ചില രോഗികളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഷുഗറുള്ള വ്യക്തികൾ, ഹാർട്ട് ഡിസീസുള്ള വ്യക്തികൾ, ഹൈ ബ്ലഡ് പ്രഷറുള്ള വ്യക്തികൾ, ഹൈ കൊളസ്ട്രോളുള്ള വ്യക്തികൾ, അമിതമായ തടിയുള്ള വ്യക്തികൾ, അതായത് ഒബിസിറ്റി ഉള്ള വ്യക്തികൾ, അതുമല്ല മറ്റു മെറ്റബോളിക് സിൻഡ്രം ഉള്ള വ്യക്തികൾ, അതായത് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമുള്ള വ്യക്തികൾ, ഇവർക്കെല്ലാം ഒരു സ്വാഭാവികമായിട്ടും ലൈംഗിക ബന്ധത്തിന് താല്പര്യം പൊതുവെ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് ഉദ്ധാരണവും ഉത്തേജനവും എന്നീ കാര്യങ്ങളെല്ലാം പൊതുവെ കുറവായിരിക്കും. അവർ നോർമൽ ഒരു വ്യക്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അസുഖമുള്ള വ്യക്തികൾ സ്വാഭാവികമായിട്ടും കുറവാകും. അതിന് കാരണം ഈ രോഗങ്ങളാണ് അതിനെല്ലാം കാരണമാവുന്നത്. അവർക്കായിട്ട് ഉപകാരപ്പെടുന്ന ഒരു ഹെർബൽ ടിപ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ അനവധി ആയുർവേദ ടിപ്സുകൾ ഇന്ന് പുരുഷന്മാർക്കായിട്ട് ലഭ്യമാകുന്നുണ്ട്. അതിൽ നിന്നും വളരെ വേറിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് വെളുത്തുള്ളി ഉപയോഗിച്ച് പുരുഷ ഉദ്ധാരണം ഏത് രീതിയിൽ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ടിപ്സാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞു വെളുത്തുള്ളി എങ്ങനെ ഹൃദയ സംബന്ധമായ അസുഖത്തിനെ സംരക്ഷിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മുടെ പുരുഷ ഉദ്ധാരണത്തിന് ഏത് രീതിയിലാണ് ഫലപ്രദമാകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് വെളുത്തുള്ളി എന്നുള്ളത് സാധാരണ ഒരു നോർമലായിട്ടുള്ള ഒരു മെഡിസിൻ അല്ല, ഹൈ ലെവലായിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ക്വാണ്ടിറ്റി ആയിട്ട് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു മെഡിസിനാണ് നമ്മുടെ വെളുത്തുള്ളി. ഒരു ബിർമിംഗ്ഹാമിലെ അൽബാമ യൂണിവേഴ്സിറ്റിനകത്ത് നടത്തിയ ഒരു പഠനത്തിൽ, വെളുത്തുള്ളിക്കകത്ത് നടത്തിയ ഒരു പഠനത്തിൽ വളരെ ഷോക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മാജിക്കായിട്ടുള്ള ഒരു റിസൾട്ടാണ് അവർക്ക് ലഭ്യമായിട്ടുള്ളത്. അതായത് വെളുത്തുള്ളിക്കകത്ത് അടങ്ങിയിട്ടുള്ള പോളിസൾഫൈഡിനെ കുറിച്ചിട്ട് അവർ വളരെ വിശദമായിട്ടുള്ള ഒരു പഠനമാണ് അവർ നടത്തിയത്. അപ്പോൾ ഈ പോളിസൾഫൈഡിനകത്ത് H2S, അതായത് ഹൈഡ്രജൻ സൾഫൈഡ് എന്നുള്ള ഒരു രാസം അടങ്ങിയിട്ടുണ്ട്. അത് കെമിക്കൽ കോമ്പോസിഷൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ, അതായത് രക്തം ഒഴുകുന്ന അല്ലെങ്കിൽ രക്തം ഒഴുകിപ്പോകുന്ന ഞരമ്പുകളെ അല്ലെങ്കിൽ രക്തധമനികളെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും രക്തധമനികൾ റിലാക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വികസിക്കുമ്പോൾ, ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയുകയും ചെയ്യും. അപ്പോൾ ബ്ലഡ് പ്രഷർ കുറയാൻ വേണ്ടിയിട്ടും ഈ H2S ഹൈഡ്രജൻ സൾഫൈഡ്, വെളുത്തുള്ളിക്കകത്ത് അടങ്ങിയ ഹൈഡ്രജൻ സൾഫൈഡ് ഉപകാരപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെളുത്തുള്ളിക്കകത്ത് വളരെ ഹൈ ലെവലായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതായത് വൈറ്റമിൻ B6, വൈറ്റമിൻ C, അതോടൊപ്പം തന്നെ മാംഗനീസ്, അതുപോലെ 2-3 കോമ്പോസിഷൻ അല്ലെങ്കിൽ കോമ്പൗണ്ട് അടങ്ങിയതാണ് നമ്മുടെ വൈറ്റമിൻ C. ഇതിനെ കോമൺ ആയിട്ട് ആലിസിൻ എന്നുള്ള പേരിലാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളിക്ക് അകത്ത് അടങ്ങിയിട്ടുള്ള ഈ ആലിസിൻ എന്നുള്ള ഈ പ്രോഡക്റ്റ് നമ്മൾ രക്തധമനികളെ വികസിപ്പിക്കുകയും നല്ല രീതിയിൽ രക്തം ഓടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. പുരുഷ ഉദ്ധാരണത്തിന് മെയിനായിട്ട് വേണ്ടത് കാര്യം ഒന്ന് ഇതാണ്. രക്തം നമ്മുടെ ബ്ലഡ് വെസലിലൂടെ അല്ലെങ്കിൽ ധമനികളിലൂടെ നല്ല രീതിയിൽ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഉദ്ധാരണം ലഭിക്കുകയുള്ളൂ, അതോടൊപ്പം തന്നെ ഉത്തേജനം ലഭിക്കുകയും ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഏത് രീതിയിലാണ് വെളുത്തുള്ളി അല്ലെങ്കിൽ ഗാർലിക്ക് ഈ ലൈംഗികപരമായിട്ടുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. ദിവസവും ഒരു ഗാർലിക്ക് അത് ചെറിയ രീതിയിൽ ക്രഷായിട്ട്, അതായത് കത്തി കൊണ്ട് മുറിച്ചിട്ട് ചെറിയ രീതിയിൽ ക്രഷാക്കിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് വായിലിട്ട് അങ്ങോട്ട് കഴിക്കാം. അത് ഡെയിലി ചെയ്യണം. 1-2 ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും റിസൾട്ട് ലഭ്യമാവില്ല. മുമ്പ് ഹൃദയ സംബന്ധമായ അസുഖത്തിന് പറഞ്ഞതുപോലെ തന്നെ 1 മാസം എന്നുള്ള രീതിയിലോ ഇല്ലെങ്കിൽ 1-ൽ കൂടുതൽ മാസമോ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മികച്ചൊരു റിസൾട്ട് ഈ ലൈംഗികപരമായിട്ടുള്ള ആവശ്യത്തിന് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഇനിയിപ്പോൾ ദിവസം ഒരു ഗാർലിക്ക് ഡയറക്റ്റായിട്ട് വായിലിട്ട് കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ചില വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അത് ബേൺ ചെയ്യും, പൊള്ളുന്നതായി ഫീൽ ചെയ്യും. അതോടൊപ്പം തന്നെ അതിൻ്റെ സ്മെല്ല് അത്രത്തോളം നല്ല സ്മെല്ലൊന്നല്ല, അസഹനീയമായിട്ടുള്ള സ്മെല്ലാണ്. ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ
നമുക്ക് 1-2 ഗാർലിക്, അതായത് 1-2 ഒരു ഇതളാണ് പറയുന്നത്, ദിവസം ഒരു ഇതൾ, ഒരു വെളുത്തുള്ളിയുടെ മൊത്തത്തിലുള്ള വെളുത്തുള്ളിയിൽ നിന്ന് ഒരു ഇതൾ അടർത്തി എടുത്തിട്ട് അത് ദിവസം ഒരെണ്ണം കഴിച്ചാൽ മതി. ആ ഒരു ഇതൾ അടർത്തി എടുത്തിട്ട് നമുക്ക് ഒരു റോ ഹണി, അതായത് നല്ല ഒരു പ്യുവറായിട്ടുള്ള ഹണിക്കകത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ടീസ്പൂണിനകത്ത് ഹണി എടുത്ത് അതിനകത്ത് ഇട്ട് നമുക്ക് ഡെയിലി ഒരു നേരം കഴിക്കാം. അത് ഏത് നേരമാണെങ്കിൽ കുഴപ്പമില്ല, ബെറ്റർ ഡെയിലി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പാണ്. ഇനി അതും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കഴിക്കുമ്പോൾ വെറും വയറ്റിൽ കഴിക്കണം, എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കണം. അതായത് ഒരു 1/2 hour ബിഫോർ ഫുഡാണ് നല്ലത്. രാത്രിയിൽ 1/2 hour ബിഫോർ ഫുഡ് അത് വെറും വയറ്റിൽ കഴിക്കുക. അതിന് 1/2 മണിക്കൂർ ശേഷം ഭക്ഷണം കഴിച്ച് നമുക്ക് ഉറങ്ങാവുന്നതാണ്. ഇനി ഇതും ഇങ്ങനെ രീതിയിൽ കഴിക്കുന്ന ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് സ്മോളായിട്ട് ക്രഷ് ചെയ്തിട്ട് നമുക്ക് പാലിൽ ചേർത്തിട്ട് ആ രീതിയിലും കഴിക്കാം. ഈ പ്രോസസ്സ് ഒരു മുമ്പ് പറഞ്ഞതുപോലെ ഒരു 1-ൽ കൂടുതൽ മാസം ഉപയോഗിക്കുകയാണെങ്കിൽ, മാക്സിമം ഒരു 3 മുതൽ 4 മാസമൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ലൈംഗിക ഉത്തേജനവും ലഭ്യമാകും എന്നുള്ളത് പഠനത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അതായത് ബിർമിംഗ്ഹാമിലെ അൽബാമ യൂണിവേഴ്സിറ്റിക്കകത്ത് നടത്തിയിട്ടുള്ള പഠനത്തിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇതിനെക്കുറിച്ചിട്ടുള്ള നല്ല റിസൾട്ട് ലഭ്യമാവുന്നതാണ്. ഒരു പ്രത്യേക കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതൊരു വാണിംഗ് ആയിട്ട്. അതായത് ചില ആൻറ്റി കോയാഗുലൻ്റ് മെഡിസിൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പ് ഞാൻ പറഞ്ഞു, ഹൃദയ സംബന്ധമായ അസുഖമുള്ള വ്യക്തികൾ, അവിടെ കൊളസ്ട്രോളുള്ള വ്യക്തികൾ, അവർ സ്വാഭാവികമായിട്ടും അടിഞ്ഞുകൂടിയ കൊളസ്ട്രോൾ എല്ലാം മെൽറ്റായിട്ട് അലിഞ്ഞ് പോയി ആ ഭാഗം നല്ല രീതിയിൽ രക്തം ഓടാൻ വേണ്ടിയിട്ട് ആൻറ്റി കോയാഗുലൻ്റ് മെഡിസിൻസ് കഴിക്കാറുണ്ട് ചില വ്യക്തികൾ. എക്സാമ്പിൾ വാർഫാരിൻ പോലുള്ള മെഡിസിൻ അല്ലെങ്കിൽ ആസ്പിരിൻ പോലുള്ള മെഡിസിൻ എല്ലാം സ്വാഭാവികമായിട്ട് കഴിക്കാറുണ്ട്. അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള വാർഫാരിൻ പോലുള്ള മെഡിസിൻ എല്ലാം കഴിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർ ഒരിക്കലും ആ മെഡിസിൻ്റെ കൂടെ ഈ ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളി ഉപയോഗിക്കരുത്. ഇനി അത് അതേ സമയത്ത് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്ഥിരമായി കാണിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കേണ്ടതാണ്. ഏറ്റവും ബെറ്റർ ആൻറ്റി കോയാഗുലൻ്റ് മെഡിസിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന വ്യക്തികൾ അതിൻ്റോടൊപ്പം തന്നെ ഈ ഗാർലിക് വെളുത്തുള്ളി കഴിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി കഴിക്കുന്ന മെഡിസിൻ എന്നുള്ളത് നമ്മൾ വാർഫാരിൻ പോലുള്ള ആൻറ്റി കോയാഗുലൻ്റ്, അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന മെഡിസിൻ ഓൾറെഡി രക്തം കട്ട പിടിക്കാതെ നല്ല രീതിയിൽ നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ, അതായത് ധമനികളിലൂടെ നല്ല രീതിയിൽ പമ്പ് ചെയ്യുന്നുണ്ട് ഓൾറെഡി രക്തം. അതിൻ്റെ കൂടെ ഗാർലിക് കൂടി കഴിക്കുമ്പോൾ സെയിം പ്രോസസ്സാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അമിതമായിട്ടുള്ള രക്തസ്രാവം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ബ്ലീഡിങ് സംഭവിക്കാൻ കാരണമാവാറുണ്ട്. സോ ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും 2 മെഡിസിൻ, അതായത് ഗാർലിക്കും ആൻറ്റി കോയാഗുലൻ്റായിട്ടുള്ള വാർഫാരിൻ പോലുള്ള മെഡിസിനും ഒരുമിച്ച് കഴിക്കാതിരിക്കുക. സോ ഒരു പുരുഷ ഉദ്ധാരണത്തിന് വേണ്ടി നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന, യാതൊരുവിധ ദോഷഫലങ്ങളും ഇല്ലാത്ത നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ചെറിയൊരു ടിപ്സാണ് ഈ മെഡിസിന്. അതായത് ദിവസം ഒരു ഗാർലിക് ദിവസം കഴിക്കുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.